ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും കാഷ്വലായി ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ടോക്സിക്. ഒരു റിലേഷൻഷിപ്പിന്ന് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഹി ഓർ ഷീ ഈസ് ടോക്സിക് ടോക്സിക് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഇത് വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും. ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ടോ? ടോക്സിക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എനിക്കിഷ്ടമില്ലാത്തത് മറ്റൊരാൾ പറഞ്ഞ ഉടനെ ഓ റിലേഷൻഷിപ്പ് ഈസ് ടു ടോക്സിക് എന്ന് ഈവൻ കുട്ടികൾ പേരൻസിനോട് പറയുന്നു. ഉം. എൻ്റെ പേരൻസ് ടോക്സിക്കാണ്. ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നത് അവൾ ആദ്യം ജോർജിയോ മറ്റോ പോയി MBBS 3 വർഷം ചെയ്തു തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വേറൊരു കൺട്രി പോയി MBBS 4 വർഷം ചെയ്ത് തിരിച്ചു വന്നു. കംപ്ലീറ്റഡ് അല്ല. എന്നിട്ട് പറയാം മൈ പേരൻസ് ആർ ടു ടോക്സിക്. അവരെ എനിക്ക് പേരൻസിനെ നേരിട്ടറിയാം. കുറച്ചൊരു ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ പോലും അവരുടെ മാക്സിമം എടുത്താണ്. അപ്പം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ദൈവമേ വേറെ വല്ലവരുടെ അല്ലേ വേറെ പേരൻസൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ ചുരുട്ടിക്കൂട്ടി കിണറ്റിലിടേണ്ട സമയം കഴിഞ്ഞു എന്ന് അവരുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. അതല്ല അതിൻ്റെ ഇതെന്ന് പറഞ്ഞാലും ആ. ഒരു നോർമലി നമ്മൾ യെസ്, യെസ്, ചിന്തിച്ച് യെസ്. നമ്മളും പോകത്തില്ലേ. പാരന്റ്സ് അപ്പം ആണല്ലോ. ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമില്ലാത്തതൊക്കെ ആരെങ്കിലും ചെയ്താൽ ഉടനെ പറയാനുള്ളൊരു വേർഡല്ല ടോക്സിക്. വാട്ട് ഈസ് റിയൽ ടോക്സിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് റിയലി ഹ്യൂമിലിയേറ്റിംഗ് മീ. എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എൻ്റെ ഐഡൻറ്റിറ്റിയെ ഡേ ബൈ ഡേ ക്രഷ് ചെയ്യുന്നു. എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റേതെന്ന് പറയാനൊന്നുമില്ല. എൻ്റെ ബെസ്റ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഗ്രോ ചെയ്യാൻ ഗ്രോ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങനൊക്കെ വരുമ്പോഴാണ് അതിനെ ഒരു ടോക്സിക് എന്ന് പറയേണ്ടത്. അല്ലാതെ ഒന്നും ചെറിയ ഫ്രിക്ഷൻസും ചെറിയ സൗന്ദര്യപടക്കങ്ങളും അതൊന്നും ടോക്സിക് അല്ല. നമ്മളിന്ന് കുറേ ടെർമിനോളജീസ് ഇങ്ങനെ പഠിച്ചു അതെ, വെച്ചിട്ട് ഈവൻ ടീനേജേഴ്സ് ഒക്കെ വളരെ യെസ്. ഈസി ആയിട്ട് വന്നിട്ട് എനിക്ക് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് എനിക്ക് മൂഡ് ഡിസോർഡർ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഐ തിങ്ക് ഐ ഹാവ് അങ്ങനെ പറയുന്നത്. വളരെ രസകരമായിട്ടൊരു റീല് ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടതാണ്. ഒരു ചെറിയ കുട്ടി ഒരു 3-ാം ക്ലാസ്സുകാരൻ വന്ന് അപ്പനോട് പറയാണ്, അച്ഛനോട് പറയാ എനിക്ക് ഡിപ്രഷനാണ് കേട്ടോ ഉം. എന്ന് പറഞ്ഞു. പപ്പ എനിക്ക് ഐ തിങ്ക് ഐ എം ഇൻ ഡിപ്രഷൻ എന്ന് ഒക്കെ അടിച്ച്. അപ്പം ഫാദർ പറയാ നീ ആ ഡിപ്രഷൻ ഒന്ന് സ്പെല്ല് ചെയ്തേ. പറഞ്ഞു നോ 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 ഐ മീൻ സാഡ്. SAD I'm സാഡ്. just sad. അതാണ് ജസ്റ്റ് ഈസി. സാഡ്. യെസ്, അത്രയും കാഷ്വൽ ആയിട്ട് യൂസ് അത്ര ക്യാഷ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഈ സൈക്കോളജിക്കൽ ടേംസ് മെൻ്റൽ ഹെൽത്ത് ടേംസ് ഒക്കെ നമ്മൾ വെറുതെ ലിവർ സിറോസിസ് ആണെന്ന് പറയുമോ, ഇല്ല. കാർഡിയാക് അറസ്റ്റ് ആണെന്ന് പറയുമോ, എനിക്ക് ക്യാൻസർ ആണെന്ന് പറയുമോ. പക്ഷേ ഇതൊക്കെ മീൻസ് ഗ്ലോക്കൽ എന്ന് ഞാൻ പറയും. ഗ്ലോബലും ആണ് ലോക്കലും ആണ്. ഗ്ലോക്കൽ വേർഡിങ്സ് ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ ഒരു ഇതും ഇല്ലാതെ അതിൻ്റെ സിംറ്റംസ് അറിയാതെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അറിയാതെ ഡിപ്രഷൻ വിഷാദരോഗം ഒരു മെൻ്റൽ ഇൽനെസ്സാണ്. എന്നെ 2 ആഴ്ചയിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റാതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് റിപ്പീറ്റഡായിട്ട് ആ സാഡ് ഫീലിങ്സ് വന്ന് എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്നു, എപ്പിസോഡിക്കായിട്ട് അതുണ്ടാവുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രം അത് അസസ് ചെയ്ത് അതിൻ്റെ സ്കെയിലിങ്സ് മൈൽഡ് തൊട്ട് സിവിയർ വരെയുള്ള കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ഏത് വരുന്നു എന്ന് നോക്കി അത് നോൺ ക്ലിനിക്കലാണോ ക്ലിനിക്കലാണോ സബ് ക്ലിനിക്കലാണോ ഇതെല്ലാം നോക്കിയിട്ടാണ് ആ വേർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചില ടേമുകൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പോസ്റ്റേഴ്സിലും അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതും ഒക്കെ കേട്ടിട്ട് ഇന്ന് സൈക്കോളജിക്കൽ ടേംസ് എടുത്ത് യൂസ് ചെയ്യാണ്. ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫിസിക്കൽ ഇൽനെസ്സിനെ മനസ്സിലാക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ എടുത്ത് ഉപയോഗിക്കാനുള്ള വാക്കുകളല്ല ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുക, മനസ്സിലാക്കുക, ഒതൻറ്റിക് ആയിട്ടുള്ള നോളഡ്ജ് കൊണ്ടുവരിക, എന്നിട്ട് മാത്രം സംസാരിക്കുക.